ഇത്രയും നല്ലൊരു അടീനിയത്തിന്റെ പൂവ് ആരാണ് പിച്ചിക്കീറിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് പിച്ചിക്കീറിയതൊന്നല്ല, മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് ഇങ്ങനെ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ അടീനിയ ചെടിയിലൊക്കെ നന്നായിട്ട് പൂവ് ഉണ്ടായിട്ട് വരുന്നുണ്ട്, മൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഒരു മഴ വരുന്നത്. ഇനിയിപ്പോൾ പൂക്കളും മൊട്ടുകളൊക്കെ കൊഴിച്ചിലൊക്കെ ഉണ്ടാവും, എന്നാലും കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു കിട്ടും. പിന്നെ ഈ ഒരു അടീനിയം ഒരു ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. നിറച്ച് പൂക്കളാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇപ്പം നമുക്ക് പ്രൂണിങ് ഒന്നും സാധ്യമല്ല. പ്രൂണിങ് ചെയ്തതിന് തന്നെ പണിയിട്ടിരിക്കുകയാണ് ഞാൻ. പുതിയ തളിർപ്പുകളൊന്നും അങ്ങനെ വരുന്നില്ല, മഴയുടെയാണ്. പിന്നെ മഞ്ഞൊക്കെ ആവുന്നുണ്ട്. ഡോർമൻസി പീരീഡ് ആകുമ്പോൾ ഇനി തളിർപ്പുകളൊക്കെ വരാനായിട്ട് ലേറ്റ് ആവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പ്രൂൺ ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി സീസൺ ആകുമ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഈ നീണ്ടു വളർന്ന കമ്പുകളൊക്കെ അപ്പോൾ വെട്ടി ഒതുക്കി ഭംഗിയാക്കി നിർത്തണം. അടീനിയൻ ചെടികൾ എപ്പോഴും ചെറിയ സൈസ് പോട്ടിൽ മാത്രം വെക്കുക. വലിയ സൈസ് പോട്ടിൽ വെച്ചാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതൽ വെള്ളം തങ്ങി നിന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ